ബവേറിയയിലെ ഹെൻറി രാജാവിൻ്റെ മകനായിരുന്ന വിശുദ്ധ ഹെൻറി ദ്വിതീയൻ 1002 ജർമ്മനിയുടെ രാജാവും റോമാ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയുമായി. പ്രാർത്ഥനയും ധ്യാനവും എളിമയും ജീവിതശൈലിയാക്കിയ അദ്ദേഹത്തിന് അധികാരമോഹമോ ധനമോഹമോ അലങ്കാരമോ തെല്ലുമുണ്ടായിരുന്നില്ല. ദൈവമഹത്വവും സഭയുടെ പുകഴ്ചയും ജനങ്ങളുടെ വിശുദ്ധിയും രാജ്യസമാധാനവും ലക്ഷ്യം വെച്ച അദ്ദേഹം യുദ്ധങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കിയിരുന്നു. തന്നെ ചക്രവർത്തിയായി അഭിഷേകം ചെയ്ത ബെനഡിക്ട് 8 പാപ്പയ്ക്ക് അദ്ദേഹം സഭാധികാരം വിട്ടുകൊടുത്തു. കത്തോലിക്കാ സഭയുടെ സംരക്ഷണാർത്ഥം ധീരോചിതമായ നിലപാടുകൾ സ്വീകരിച്ച അദ്ദേഹം യുദ്ധത്തിൻ്റെ അവസരങ്ങളിൽ മാലാഖമാരും വിശുദ്ധരും സൈന്യത്തിൻ്റെ മുമ്പിൽ നിന്ന് യുദ്ധം ചെയ്യുന്നതായി താൻ കണ്ടിട്ടുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്തുമതത്തിൻ്റെ പ്രചരണാർത്ഥം ആശ്രമങ്ങളെയും ദൈവശുശ്രൂഷകരെയും സഹായിച്ച അദ്ദേഹം തൻ്റെ രാജകീയ സ്ഥാനം അതീവ വിശുദ്ധിയോടെ ദൈവത്തിനും സഭയ്ക്കുമായി പ്രയോജനപ്പെട്ടു. ഒടുവിൽ തൻ്റെ നിത്യകിരീടം സ്വന്തമാക്കാനായി 1024 52 വയസ്സിൽ അദ്ദേഹം കർത്താവിൽ അന്ത്യനിദ്ര പ്രാപിച്ചു.